ഒരിക്കൽ വനത്തില് നായാട്ടിനു ശേഷം രാജാവും കൂട്ടരും പമ്പാ തീരത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. നീ കേട്ടില്ലേ അത്ത? ഒരു കുഞ്ഞിന്റെ കരച്ചില്. അതെ, ഒരു കുഞ്ഞ് തന്നെ. ഒരു വേഗം കരച്ചിൽ കേട്ട ദിക്കിലേക്ക് നടന്നു. അത്ഭുതം! ചുറ്റുപാടും പ്രഭ വിതറി ഒരു കുഞ്ഞ് നിലത്ത് കിടന്ന് കൈകാലിട്ടടിച്ച് കരയുന്നു. രാജാവ് ചുറ്റിലും നോക്കി, ആരെയും കണ്ടില്ല. രാജാവ് എന്തു ചെയ്യണമെന്നറിയാതെ ശങ്കിച്ചു നിന്നു. അപ്പോൾ അവിടെ ഒരു മഹർഷി പ്രത്യക്ഷപ്പെട്ടു. ശങ്കിക്കേണ്ട, കുഞ്ഞിനെ എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തിക്കോളൂ. ഇവൻ അങ്ങയുടെ എല്ലാ സുഖദുഃഖങ്ങൾക്കും നിദാനമാണ്. വേഗം കൊട്ടാരത്തിലെത്തണം. കുഞ്ഞിനെ റാണിയെ ഏൽപ്പിക്കണം. രാജാവ് ഓരോന്നു മനസ്സിൽ ചിന്തിച്ചു. കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന വിശിഷ്ടമായ മണിമാലയുള്ളതിനാൽ ആ കുഞ്ഞിനെ എല്ലാവരും മണികണ്ഠൻ എന്ന് വിളിച്ചു. കുഞ്ഞിക്കാലു കാണാൻ കാത്തിരുന്ന രാജാവിനും രാജ്ഞിക്കും മണികണ്ഠന്റെ വരവോടെ എന്തെന്നില്ലാത്ത സന്തോഷമായി. ആ മണികണ്ഠനെ ഇല്ലാതാക്കണം.